ടി വി എസ് കമ്പനി ടൂ വീലർ ഇറക്കിയാലും ത്രീ വീലർ ഇറക്കിയാലും അത് നല്ല മനോഹരമായിരിക്കും. പ്രത്യേകിച്ച് അതിന്റെ സ്റ്റൈല്, ഗ്രാഫിക്സിന്റെ ഡിസൈൻ കാര്യങ്ങളും പിന്നെ അത്യാവശ്യം എല്ലാ നല്ല ഫീച്ചേഴ്സോടും കൂടിയായിരിക്കും ടി വി എസ് വാഹനങ്ങൾ ഇറക്കാറ്. അത്തരത്തിൽ ഒരു പുതിയൊരു ഇലക്ട്രിക് വാഹനത്തിന്റെ വിശേഷമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ആദ്യത്തെ ഓട്ടോറിക്ഷയാണ് ഈ കാണുന്ന ടി വി എസിൻ്റെ EV മാക്സ് എന്ന ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷ. മുന്നിലേക്ക് വരുമ്പോൾ ടി വി എസ് കിങ് എന്ന ഒരു സ്റ്റിക്കറിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ഒരു ഗ്രാഫിക്സ് ഡിസൈൻ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു LED ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാൻ സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ അതിനകത്ത് തന്നെയാണ് വരുന്നത്. നമുക്ക് ഒരു കോപ്പറിൻ്റെ ഒരു കളറിങ് അങ്ങനെ ഒരു ഡിസൈൻ അങ്ങനെ പോകുന്നുണ്ട്. അതെന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. മുന്നിൽ നോക്കുമ്പോൾ അതിൽ ടി വി എസിൻ്റെ ഒരു ബാഡ്ജിങ്ങും കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ള ഒരു മുൻവശം തന്നെയല്ലേ. ഇവിടെയും ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് എക്സ് കണക്ട് എന്ന ഒരു സ്റ്റിക്കറിങ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ മിററിലേക്ക് വരുമ്പോൾ വലിയ മിറർ, ഫോൾഡബിൾ മിററാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും നന്നായിട്ടുണ്ട്. നല്ലൊരു വിസിബിലിറ്റി കിട്ടാൻ സഹായിക്കും. പിന്നെ എന്താ പറയുക, താഴേക്ക് വരുമ്പോൾ ഒരു ലുക്കും കാര്യങ്ങളും എല്ലാം ഒരു പരമ്പരാഗത ഒരു ഓട്ടോറിക്ഷയുടെ അതേ രീതി തന്നെ നിലനിർത്തി പോകുന്നുണ്ട്. നമ്മളിനി ടയർ സൈസിലേക്ക് വരുമ്പോൾ 12 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ടി വി എസിൻ്റെ ഒരു ബാഡ്ജിയും കാണാൻ സാധിക്കും. പിന്നെ ഈ കളറും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടല്ലേ. പിന്നെ മഡ് ഗാർഡിലേക്ക് വരുമ്പോഴായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മഡ് ഗാർഡ് സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിനി സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ലീഡിങ് ആംബിയത്ത് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗട്ടറിലൊക്കെ വീഴുമ്പോൾ നല്ല ഒരു യാത്രാസുഖം കിട്ടും. വലിയ ജർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. JKയുടെ ടയേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൊള്ളാം, നല്ല രസമുണ്ടല്ലേ. മുൻവശം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഒരു എന്താ പറയുക, ആരും നോക്കി പോകുന്ന ഒരു ലുക്ക് തന്നെയാണ് ഇതിൻ്റെ ലുക്ക്. നമുക്ക് ഈ ഡോറ് ഇതിങ്ങനെ തുറക്കാമെന്നുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഡോർ അപ്പുറത്ത് നമുക്ക് ഡോർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിൽ കൂടെ സുഖമായിട്ട് സഞ്ചരിക്കാമെന്നുള്ള ഒരു പാസേജിങ് ഏരിയ ഇവിടെ കാണാൻ സാധിക്കും. കൊള്ളാല്ലേ, നല്ല രസമുണ്ടല്ലേ എൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു EV മാക്സ് എന്നൊരു നല്ലൊരു ഡിസൈൻ അങ്ങനെ തീം അങ്ങനെ പോകുന്നുണ്ട്. ഒരു പ്ലസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എയർ വെൻറ്റ് പോലത്തെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ ഈ സ്റ്റീലിൻ്റെ ഈ വീലിൻ്റെ കളറായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി 500 mm ആണ് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി. അതായത് നമുക്ക് നല്ല വെള്ളക്കെട്ടിക്കൂടെയൊക്കെ പോയാലും യാതൊരുവിധ കുഴപ്പവും നമ്മുടെ വണ്ടിക്ക് സംഭവിക്കില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിയറിലേക്ക് പോകാം. റിയറിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ടി വി എസ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. വലിയ ലെറ്റേഴ്സാണ്. പിന്നെ നമുക്ക് ഈ റെക്സ് നമുക്ക് തുറക്കാം. ഒരു ഡോറ് പോലെ നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നല്ല വിസിബിലിറ്റി ഉള്ള ടൈൽ ലാമ്പ് യൂണിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. പിന്നെ അടിയിലായിട്ട് നമുക്ക് ആ തനത് ശൈലിയുള്ള ബമ്പർ അങ്ങനെ കൊടുത്തിരിക്കുന്നു. പിന്നെ എഞ്ചിനൊക്കെ നല്ല വിസിബിലിറ്റി ആയിട്ട് ഇവിടുന്ന് കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ നമ്മളിനിയിപ്പോൾ ഈ ഡോറിൻ്റെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു EV എന്നൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ടി വി എസ് കിങ് എന്നൊരു ബാഡ്ജിങ്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ കവറിങ് ഒക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിന് അവിടെ ഒരു ലൈറ്റും ഇതിനകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും കൊള്ളാം, എക്സ്ട്രാ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഈ എൻജിൻ റൂം എന്ന് പറയാം. എൻജിൻ റൂം ഇല്ല, ഇവിടെ ഇല്ല, പക്ഷേ ഇത് ഓപ്പൺ ചെയ്യാം. ചാവിയിലിട്ട് തിരിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ആദ്യം കാണുന്നത് നമ്മുടെ ചാർജിങ് കേബിളാണ്. പച്ച കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ സോക്കറ്റ് പോലത്തെ ഒരു സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും സുഖമായിട്ട് കുത്തി ഉപയോഗിക്കാം. ഇവിടെ നമുക്കൊരു ചാർജിങ് സംവിധാനം കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ ലോക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പിൻ ടയർ വരുന്നുണ്ട്. സ്റ്റെപ്പിൻ ടയർ ഇവിടെ ലോക്കിട്ട് പൂട്ടി വയ്ക്കാവുന്ന തരത്തിലാണ് സ്റ്റെപ്പിൻ ടയറിനെ അങ്ങനെ അവിടെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. അതെന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മളിനിപ്പോൾ നമുക്ക് ഈ സീറ്റിനെ മറയ്ക്കാം. ഈ ഡോറിൽ ലോക്ക് ഉണ്ട് തുറക്കാനായിട്ട്.
സീറ്റിനെ മറിക്കാം. ഒരു കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് പറ്റുന്ന നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സീറ്റിന്. അത് നല്ല ക്വാളിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്കിവിടെ അത്യാവശ്യം നല്ലോണം സാധനം കയറ്റാം. അതായത് നമുക്കൊരു ഡെലിവറി വാനൊക്കെ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല സ്പേസ് ഉണ്ട് സീറ്റ് മറിച്ചിട്ട് കഴിഞ്ഞാൽ. അടിപൊളിയായിട്ടുണ്ടല്ലേ. എന്തായാലും ഈ ഒരു സൈസുള്ള ഓട്ടോറിക്ഷയിൽ ഈ സീറ്റ് മറിച്ചിടുന്ന സംവിധാനമൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ലോണം ഡെലിവറി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഉപകരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല സ്പേസ് ഉണ്ട്. കൊള്ളാമല്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കിത് അടയ്ക്കാം. അപ്പോൾ നമ്മളിനി അടച്ചിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഈ സീറ്റിൻ്റെ അടിയിൽ കണ്ടില്ലേ, അവിടെയും നല്ലോണം സ്പേസ് ഉണ്ട്. ഒരാൾക്ക് നീണ്ടത് അവിടെ നിന്ന് കിടക്കാൻ വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം. മാറ്റും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങുള്ള മാറ്റൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സീറ്റ് മറിച്ചിടാം. ഒരു ഒറ്റ കൈ കൊണ്ടൊക്കെ മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണം, കൈ വിലങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ ഡോറിലേക്ക് വരുമ്പോഴായാലും ഇവിടെ ഒരു ഡോർ പാഡ് പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളറിൽ. അതെന്തായാലും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പുറത്തെ ഡോറിലും അത് കൊടുത്തിരിക്കുന്നു, അതെന്തായാലും കൊള്ളാം. പിന്നെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചാർജിങ്ങിൻ്റെ ഒരു പോയിൻ്റ് സോക്കറ്റിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ മാക്സ് എന്നൊരു സ്റ്റിക്കറിങ്, ഒരു ഇലയുടെ ഒരു ചിഹ്നം അതിനകത്ത് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് അവിടെ വരുന്നുണ്ട്. അതെന്തായാലും നല്ല ക്വാളിറ്റി ഉള്ളതാണ്, കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ, അതൊക്കെ രസമുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം, നല്ല സ്പേസ് ഉണ്ട്. അത് തന്നെയാണ് ബാക്കിലത്തെ സ്പേസിൻ്റെ കാര്യം. നമുക്ക് ഈ വാഹനത്തിൽ ഇന്റീരിയർ സ്പേസ് ആയാലും ഇപ്പോൾ 1, 2, 3 പേര് ഇരുന്നു. പക്ഷെ വേണമെങ്കിൽ ഒരു കുട്ടിക്കും വേണമെങ്കിൽ സുഖമായിട്ട് ഇരിക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല കുറച്ചിറച്ചുള്ള ഫാമിലിയൊക്കെ ആണെങ്കിൽ 4 പേർക്കൊക്കെ തിങ്ങി കൂടി ഇരുന്ന് സുഖമായിട്ട് പോവാം. പിന്നെ കണ്ടില്ലേ, ഇത്രയും സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ അരി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കൊണ്ടുപോകാനായാലും നല്ലോണം സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സാധാരണ ഓട്ടോറിക്ഷക്കാളും കുറച്ചും കൂടെ സ്പേസും പിന്നെ ഉയരത്തിലുമാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. റിയറിലെ യാത്രസുഖം നല്ലൊരു യാത്രസുഖം തന്നെയായിരിക്കും. നമുക്കിനി ഡ്രൈവിംഗ് സീറ്റിനോടേക്ക് വരുമ്പോൾ കണ്ടില്ലേ, ഒരു ബോട്ടിൽ ഹോൾഡർ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സെപ്പറേറ്റ് വാങ്ങിച്ച് കിട്ടിയിട്ട് ആവശ്യമില്ല. പിന്നെ നോക്കിയാൽ ഇവിടെ കവറിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ സുഖമായിട്ട് ഡ്രൈവർക്ക് ഇരുന്ന് ചാരിയൊക്കെ ഇരുന്ന് ഓടിക്കാന്നുള്ള ഒരു സംവിധാനം അങ്ങനെ കൊടുത്തിരിക്കുന്നു. പിന്നെ അതെ, നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളിത് കയറിയിരുന്നു. നമുക്കിത് ഇവിടെ നല്ല ഒരു ഹാൻഡിൽ സെറ്റപ്പ്, നമ്മുടെ തനതായ ശൈലിയിലുള്ള ആ ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. സ്മാർട്ട് എക്സ്പെറക്റ്റ്, അതുപോലെ തന്നെ ടിവിഎസിന്റെ ആ ഒരു എംബ്ലം. നമുക്ക് ചാവി ഓൺ ചെയ്യാം. ചാവി ഉണക്കി, കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ മീറ്റർ. ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത്. ഇതില് കണ്ടില്ലേ, ട്രിപ്പ്, അതുപോലെ തന്നെ സമയം, ഐഡിയൽ മോഡ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് ഇതിന്റെ ഗിയറിന്റെ സംവിധാനങ്ങൾ വരുന്നത്. എഫ്, എം, അതുപോലെ ഇത് മോഡ്. ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ ഫോർവേഡ്, ഇത് റിവേഴ്സ്. ഇതിനൊക്കെ കഴിഞ്ഞാൽ ഫോർവേഡ്, ഡ്രൈവ് മോഡ് എന്ന് വന്നു. നമ്മൾ നേരത്തെ കൈ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട വണ്ടി നീങ്ങി തുടങ്ങി. ഞാൻ വണ്ടി നിർത്തി, നമ്മളത് റിവേഴ്സിന്റെ കഴിഞ്ഞാൽ സൗണ്ട് വന്നു, റിവേഴ്സ് മോഡ് വന്നു. വേണ്ട, റിവേഴ്സ് ആണ് പോണത്. പിന്നെ നമ്മൾ വീണ്ടത് ഫോർവേഡ് എടുത്തു. അപ്പൊ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടല്ലോ. ഈ പെയിന്റിങ് കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ വെറുതെ നമുക്ക് ചാർജിങ് USB പോർട്ട് വരുന്നുണ്ട്. ഇവിടെ സ്പീക്കർ വരുന്നില്ല, അടിയിൽ ഫിറ്റ് ചെയ്യാം. അതിനുള്ള നെറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ അത് നമുക്കിത് ഇവിടെ ഹസാർ ലൈറ്റിന്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെയും ഒരു സ്പീക്കറിന്റെ സംവിധാനം കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇതൊക്കെ ഡമ്മി സ്വിച്ചുകൾ. ഇവിടെ ലോക്കർ വരുന്നുണ്ട്, ആ ലോക്കർ ഇപ്പുറത്തും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്, ഏതാണ് ഹാൻഡ് ബ്രേക്ക്. ഇവിടെ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ്, പെഡല്, അതുപോലെ ഇവിടെയും ഒരു പെഡൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സുഖമായിട്ട് ചവിട്ടാൻ രീതിയിൽ പെഡൽ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ സാധാ ഓട്ടോറിക്ഷകളുടെ പോലത്തെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇവിടുത്തെ ഈ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ഈ മിററിന് വലിപ്പമുള്ളതിന്റെ പേരിൽ തന്നെ നല്ല വ്യൂ ആണ്. ഇപ്പുറത്ത് കണ്ടില്ലേ, അതുപോലെ മടക്കാനും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യത്തിലാണ് മിററിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് സ്വാമിയുടെ ഫോട്ടോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, സൂപ്പർ ആയിരിക്കും. ആദ്യം തന്നെ നമ്മൾ ഓടിക്കേണ്ട കാര്യം പറയാനുണ്ടല്ലോ, നമ്മള് തനത് ശൈലിയുള്ള ഓട്ടോറിക്ഷകളുണ്ടല്ലോ, ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണെങ്കിലും സൗണ്ടും ബഹളങ്ങളും കയറണമെന്നില്ല, ഒച്ചപ്പാട് ബഹളങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്ത് ആണ്. നമ്മള് ആ സഞ്ചരിക്കുന്നെന്ന് അറിയണേ തന്നെ നല്ല അടിപൊളി ഹോണും TVS കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ മനസ്സിലായിരിക്കും, അധികം അങ്ങോട്ട് ബുദ്ധിമുട്ടണ്ട ഓടിക്കാനും കാര്യങ്ങളൊന്നും. പിന്നെ ഈ ഹാൻഡിലിൻ്റെതായിട്ടുള്ള ആ ഒരു ശൈലികളുണ്ടല്ലോ, നമ്മൾ വളയ്ക്കുമ്പോൾ തിരിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ശൈലികളൊക്കെ, അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തി ഒരു ഓട്ടോറിക്ഷയുടെ ആയിട്ടുള്ള എല്ലാവിധ പരമ്പരാഗത സ്റ്റൈലിലാണ് ഈ വാഹനം പോകുന്നത്.
വളരെ സൈലന്റ് ആണ്. ഇതില് 2-3 മോഡുകൾ ഉണ്ട്. അത് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെ തന്നെയാണ്. ഇപ്പൊ സിറ്റിയാണ്, പെട്ടെന്നാണ് അതിന്റെ ഒരു റെസ്പോൺസ് കിട്ടുക. അവിടെ അധികം ഓടിക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിലും അടുത്തൊരു മോഡും കൂടെ ഒന്നിട്ട് കാണിച്ചു തരാം. പവർ ഇട്ടു. പവർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി റേഞ്ച് ഒക്കെ കുറയും. എന്നാലും നമുക്ക് അത്യാവശ്യം കയറ്റൊക്കെ കയറി പോകുമ്പോ അല്ലെങ്കിൽ ലോഡൊക്കെ വെച്ച് പോകുമ്പോ നമുക്ക് സുഖമായിട്ട് പവർ ഇട്ട് പോവാം. പിന്നെ നമുക്കത് ഇക്കോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഒരു സാധാരണ ഒരു സ്പീഡിലൊക്കെ പോവാം. അതുപോലെ തന്നെ അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു വാല്യൂ ഫോർ മണി തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ കൊടുക്കുന്ന കാശിന് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ട് തന്നെയാണ് ടി വി എസ് ഈ വാഹനത്തിന് ഇറങ്ങി. 2 കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് നെപ്റ്റ്യൂൺ ബ്ലൂ, അതുപോലെ തന്നെ ഒന്ന് പ്രിസ്റ്റിൻ വൈറ്റ്. നമുക്ക് സർട്ടിഫൈഡ് റേഞ്ച് 179 കിലോമീറ്റർ ആണ്. 6 വർഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്ററാണ് വാറണ്ടി പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് ടൈം വരുന്നത് 2 മണിക്കൂർ 15 മിനിറ്റിൽ നമുക്ക് 80% ചാർജും 3 മണിക്കൂറും 30 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജും ആവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ടോപ്പ് സ്പീഡ് 60 കിലോമീറ്റർ പെർ ആണ് വരുന്നത്. നമുക്ക് 30 കിലോമീറ്റർ എത്താനായിട്ട് 30 കിലോമീറ്റർ പെർ അവർ എത്താനായിട്ട് 3.7 സെക്കൻഡ്സ് മാത്രം മതി എന്നുള്ളതാണ്. അതിനുണ്ട് പൊളിച്ചില്ലേ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നത്, അതായത് ഇന്നേ വരെ ഒരു ഓട്ടോറിക്ഷയിലും കൊടുക്കാത്തൊരു ഫീച്ചർ, കാറുകളിൽ മാത്രം കണ്ടുന്നൊരു ഫീച്ചറാണ്. അതായത് നമ്മൾ കയറ്റത്തെ കൊണ്ട് വണ്ടി നിർത്തുമ്പോൾ 3 മിനിറ്റ് വണ്ടി അങ്ങനെ ഹോൾഡായിട്ട് നിൽക്കും എന്നുള്ളതാണ്. അത് ഗംഭീരമായിട്ടില്ല. പിന്നെ നമുക്ക് IP67 പ്രൊട്ടക്ഷൻ ബാറ്ററിയാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈസാണ്. നമുക്ക് 2,95,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. നല്ല ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ് ആ ഒരു പ്രൈസിന്. കാരണം എല്ലാവിധ ഫീച്ചേഴ്സ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, പിന്നെ 179 കിലോമീറ്റർ മൈലേജ്, ഇതൊക്കെ പോരെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാമെന്നുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ ഷോറൂമിൻ്റെ നമ്പർ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വണ്ടി വിശേഷമായിട്ട് വീണ്ടും കാണാം. അതൊരിക്കലും എല്ലാവർക്കും ബൈ ബൈ.